ചീഫ് വിപ്പ് സ്ഥാനം ഇപ്പോൾ അപ്പു ജോൺ ജോസഫിന് കൊടുക്കുമോ അതോ അത് തോമസ് ഉണ്ണിയാടന് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. തോമസ് ഉണ്ണിയാടനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഒരു തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ചീഫ് വിപ്പ് സ്ഥാനം ഉറപ്പായിട്ടും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞാലും അത് അവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു മന്ത്രിസ്ഥാനമേ കിട്ടുകയുള്ളൂ എന്നുള്ളത് ഏകദേശം ഇപ്പോൾ ഉറപ്പായിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അപ്പു ജോൺ ജോസഫ് 2.5 വർഷത്തേക്ക് മാറുന്നതുകൊണ്ട് ചീഫ് വിപ്പാക്കി കൊണ്ടുവരേണ്ടത് കൂടുതൽ സീനിയർ ആയിട്ടുള്ള തോമസ് ഉണ്ണിയാടനെ തന്നെയാണ്. നമസ്കാരം. നമുക്കറിയാം കോൺഗ്രസിലെ അല്ലെങ്കിൽ UDF മുഖ്യമന്ത്രി തീരുമാനമായി ഇപ്പം മന്ത്രിസഭാ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോഴും അതിലൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. നമുക്കറിയാം ഇത്തവണ UDF മുന്നണിയിലെ ശക്തമായൊരു സാന്നിധ്യമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. 7 MLA-മാരാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ 2 മന്ത്രിസ്ഥാനം ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിലൊരു തീരുമാനമായിട്ടില്ല. 1 മതി എന്നുള്ള രീതിയിലാണ് UDF നിൽക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നിൽക്കുന്നത്. ഒരു ചീഫ് വിപ്പ് പദവിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്കത് താല്പര്യമായിട്ടില്ല. നിലവിൽ ജയിച്ചു വന്ന MLA-മാരിൽ 2 പേരാണ് സീനിയർ ആയിട്ടുള്ളത്, തോമസ് ഉണ്ണിയാടനും മോൻസ് ജോസഫും. ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലൊരാൾക്കേ ലഭിക്കൂ. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഇവർ പറയുന്നത് ഒരു ടേം വ്യവസ്ഥയാണ്. ഇതെല്ലാം പ്രായോഗികമാണോ? നമുക്ക് സീനിയോറിറ്റി ഒക്കെ പരിശോധിക്കുമ്പോൾ തോമസ് ഉണ്ണിയാടന്, പക്ഷേ ലഭിക്കാൻ സാധ്യത മോൻസ് ജോസഫിന് എന്ന് പറയുമ്പോൾ അതിലൊരു എന്തെങ്കിലും ഒരു പൊരുത്തക്കേടുകൾ പിന്നീട് വരും. ഇന്നലെ നമ്മൾ MLA ഹോസ്റ്റലിന് മുമ്പിൽ ഒരു സമരം കണ്ടിരുന്നു. അതായത് തൃശ്ശൂരിനൊരു മന്ത്രി വേണം, അത് തോമസ് ഉണ്ണിയാടനായിരിക്കണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ 10-200ഓളം ആളുകൾ സംഘടിച്ച്, അതെല്ലാവരും ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോയിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മറ്റ് വിവിധ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാരവാഹികളൊക്കെയാണ്. കാരണം തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയ്ക്ക് 4 MLA-മാരാണുള്ളത്. ഈ 4 പേരിൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു അല്ലെങ്കിൽ സീനിയോറിറ്റി ഉള്ള ഒരാൾ എന്ന് പറയുന്നത് തോമസ് ഉണ്ണിയാടനാണ്. പക്ഷേ മോൻസ് ജോസഫ് അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആയിരിക്കും പി ജോസഫ് സാർ ആദ്യ ടൈമിലേക്ക് മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക. പിന്നെ രണ്ടാമത് ചീഫ് വിപ്പ് സ്ഥാനമാണ്. ചീഫ് വിപ്പ് സ്ഥാനം ഇപ്പോൾ അപ്പു ജോൺ ജോസഫിന് കൊടുക്കുമോ അതോ അത് തോമസ് ഉണ്ണിയാടന് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF-ന്റെ കൂടെ ഏറ്റവും കൂടുതൽ കാലം നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് തോമസ് ഉണ്ണിയാടനാണ്. തോമസ് ഉണ്ണിയാടൻ 1996-ൽ മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. 2001-ൽ മത്സരിച്ച് വിജയിക്കുന്നു, 2006-ൽ മത്സരിച്ച് വിജയിക്കുന്നു, 2011-ൽ മത്സരിച്ച് വിജയിക്കുന്നു, 2016-ലും 2021-ലും അദ്ദേഹം പരാജിതനാവുന്നു. പക്ഷേ എങ്കിൽ തന്നെ 2026-ൽ ഈ ഒരു സമയത്ത് CPM-ന്റെ പ്രഗത്ഭയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ആർ ബിന്ദു. അതായത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയേക്കുന്ന ഏക വ്യക്തി കൂടിയാണ് തോമസ് ഉണ്ണിയാടൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആർ ബിന്ദുവിനെ പരാജയപ്പെടുത്തി, അതും 10,000-ൽ പരം വോട്ടിന് ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി എത്തിയിരിക്കുന്ന ഒരു നേതാവാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ അവരെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തിയിരിക്കുന്ന ഒരു MLA-ആണ് തോമസ് ഉണ്ണിയാടൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും തോമസ് ഉണ്ണിയാടനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഒരു തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരു എക്സിക്യൂട്ടീവ് ചെയർമാനാണ് മോൻസ് ജോസഫ് എന്നുള്ള കാരണത്താലാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. പിന്നീട് ചീഫ് വിപ്പ് സ്ഥാനം ഉറപ്പായിട്ടും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞാലും അത് അവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു മന്ത്രിസ്ഥാനമേ കിട്ടുകയുള്ളൂ എന്നുള്ളത് ഏകദേശം ഇപ്പോൾ ഉറപ്പായിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ചീഫ് വിപ്പായിട്ട് പരിഗണിക്കുന്ന സമയത്തെങ്കിലും തോമസ് ഉണ്ണിയാടനെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം അതിന് പകരമായിട്ട് ഒരു മക്കൾ വാത്സല്യം വെച്ചിട്ട് അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയം വെച്ചിട്ട് അത് അപ്പു ജോൺ ജോസഫിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും കേരള രാഷ്ട്രീയത്തിനും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനും നൽകുന്നത് എന്ന കാര്യം മറക്കരുത്. കാരണം ഇതിന് പി ജോസഫ് സാർ സ്വീകരിക്കേണ്ട ഒരു ഉദാഹരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011-ൽ ശ്രേയാംസ് കുമാർ കൽപ്പറ്റയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലെത്തിയിരുന്നു. പക്ഷെ അന്ന് KP മോഹനെയാണ് വീരേന്ദ്രകുമാർ മന്ത്രിയാക്കിയത്. ആ ഒരു രാഷ്ട്രീയ ചരിത്രവും പാരമ്പര്യവും ഫോളോ ചെയ്യാണ്ട് പി ജോസഫ് സാർ തയ്യാറാകേണ്ടതുണ്ട്. പി ജോസഫ് സാറിനെ സംബന്ധിച്ചിട്ട് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൻസ് ജോസഫിന് 2.5 വർഷവും അതിനുശേഷം പിന്നീട് വരുന്ന 2.5 വർഷം അപ്പു ജോൺ ജോസഫിനെ മന്ത്രിയാക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു 2.5 വർഷത്തെ പ്രവൃത്തി പരിചയം, നിയമസഭയ്ക്കകത്തുള്ള പ്രവൃത്തി പരിചയം, മണ്ഡലത്തിനകത്തുള്ള പ്രവൃത്തി പരിചയം, ആ പ്രവൃത്തി പരിചയവുമായിട്ട് പിന്നീട് അപ്പു ജോൺ ജോസഫിന് മന്ത്രിസഭയിലേക്ക് വരുന്നതിന് വലിയ കുഴപ്പമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ഉണ്ണിയാടനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള തുടർച്ചയായിട്ട് UDF-ന്റെ കൂടെ മാത്രം നിന്നിട്ടുള്ള, അതായത് 2001 സമയങ്ങളിലൊക്കെ പി ജോസഫ് സാറ് LDF-ന്റെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം UDF-ലേക്ക് വന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം UDF-ന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള തോമസ് ഉണ്ണിയാടനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യ ടൈമിൽ തന്നെ മന്ത്രിയാക്കേണ്ടത് എന്നൊരു പക്ഷമാണ്
നമുക്കുള്ളത്. എങ്കിൽ തന്നെയും അത് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. അവരുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്നുള്ള രീതിയിൽ മോൻസ് ജോസഫ് തന്നെ മന്ത്രി ആയിക്കൊള്ളട്ടെ. എന്നാലും ഒരു സീനിയോറിറ്റി, ആ സീനിയോറിറ്റിയെ ബഹുമാനിക്കേണ്ടതുണ്ട്. ആ സീനിയോറിറ്റിയെ ബഹുമാനിക്കാതെ ഉള്ളൊരു രാഷ്ട്രീയമാണെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് എന്ന് കേരള രാഷ്ട്രീയത്തിലെ പൊതുസമൂഹം വിലയിരുത്തും എന്നുള്ളൊരു വസ്തുത കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ തന്നെ കേരള കോൺഗ്രസുകളെ കുറിച്ച് പണ്ട് കെ എം മാണി സാർ പറഞ്ഞിട്ടുണ്ട്, പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന്. അപ്പോൾ 7 MLA ഉണ്ട്, അത് വലിയൊരു ശക്തിയായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വകുപ്പ് ജലവിഭവമാണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് നേട്ടം എന്തെങ്കിലും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ആ പാർട്ടിക്ക് ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കേണ്ടതുണ്ട്, ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ നിർമ്മിക്കേണ്ടതുണ്ട്, നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ഓഫീസുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പ്രവർത്തകരുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. എങ്കിൽ തന്നെയും ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തീർച്ചയായിട്ടും വരേണ്ടതുണ്ട്. അതുകൂടാതെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളെങ്കിലും, പ്രത്യേകിച്ച് ഈ പറയുന്ന കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും എങ്കിലും ഇവർക്ക് MLA സ്ഥലത്തെങ്കിലും ഇവർക്ക് പാർട്ടി ഓഫീസുകൾ കമ്പൽസറി ആയിട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ജലവിഭവ വകുപ്പ് കൊണ്ടൊക്കെ എന്തോരം നേട്ടം ഉണ്ടാക്കാൻ പറ്റും, ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ആശങ്ക ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിന് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലുള്ള നേട്ടങ്ങൾ മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ കുറച്ച് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അപ്പു ജോൺ ജോസഫ് 2.5 വർഷത്തേക്ക് മാറി നിന്നുകൊണ്ട് ചീഫ് വിപ്പാക്കി കൊണ്ടുവരേണ്ടത് കൂടുതൽ സീനിയർ ആയിട്ടുള്ള തോമസ് ഉണ്ണിയാടനെ തന്നെയാണ്. അതല്ല എങ്കിൽ നാളെ കൂടുതൽ വിമർശനങ്ങൾക്ക് ഇത് കാരണമാകും. ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. കാരണം മക്കൾ രാഷ്ട്രീയം എന്നത് നിസ്സാരമായിട്ട് ഉന്നയിക്കപ്പെടാൻ പോകുന്ന ഒരു വിഷയമല്ല. അത് അടുത്ത പ്രാവശ്യം തൊടുപുഴയിൽ ഈ പറഞ്ഞ അപ്പു ജോൺ ജോസഫിന്റെ വിജയത്തിന് വരെ പ്രശ്നം സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു മക്കൾ രാഷ്ട്രീയത്തിലേക്ക് പി ജോസഫ് സാറും അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പാർട്ടിയും പോകില്ല എന്ന് നമുക്ക് കരുതാം. ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പു ജോൺ ജോസഫ് ഇപ്പോൾ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന മോൻസ് ജോസഫിനെയാണ്. അദ്ദേഹത്തിന് പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനം വേണമെങ്കിൽ അപ്പു ജോൺ ജോസഫിനെ ഏറ്റെടുക്കാം. അതിനുശേഷം 2.5 വർഷക്കാലം മണ്ഡലത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് നിയമസഭയ്ക്കകത്തും പ്രവർത്തിക്കുക, എങ്ങനെയാണ് നിയമസഭയുടെ പ്രവർത്തനങ്ങൾ എന്ന് വിലയിരുത്തുക. അങ്ങനെയൊക്കെ വിലയിരുത്തി കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ചതിന് ശേഷം 2.5 വർഷം കഴിയുമ്പോഴത്തേക്കും മോൻസ് ജോസഫിനെ മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് മന്ത്രിയായിട്ട് വരാൻ സാധിക്കുന്നേ ഉള്ളൂ. ഇതിനു മുമ്പുള്ള മന്ത്രിസഭയിൽ നമ്മൾ കണ്ടതാണ് 3-4 മന്ത്രിമാർ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നുണ്ടാവുന്നു. ആദ്യം പി ജോസഫ് സാർ മന്ത്രിയാവുന്നു, അതിനുശേഷം മോൻസ് ജോസഫ് മന്ത്രിയാവുന്നു, അതിനു മുമ്പ് ടി.യു. കുരുവിള മന്ത്രിയാവുന്നു. അങ്ങനെ 2-3 മന്ത്രിമാർ ഒക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു ടൈം വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ഉചിതം. അതല്ലാതെ ചീഫ് വിപ്പ് സ്ഥാനമെങ്കിലും തോമസ് ഉണ്ണിയാടനെ നൽകാതിരുന്നു കഴിഞ്ഞാൽ അത് തൃശ്ശൂർ ജില്ലയോടും ഇരിങ്ങാലക്കുടയിൽ നിന്ന് തോമസ് ഉണ്ണിയാടനെ വിജയിപ്പിച്ചു വിട്ട സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോടും വോട്ടർമാരോടും കാണിക്കുന്ന ഒരു നീതികേടായിരിക്കും എന്ന് പറയാനുള്ളൂ. കാരണം ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് ജോസഫിനെ മക്കൾ രാഷ്ട്രീയം, ഇതിനു മുമ്പും അപ്പു ജോൺ ജോസഫ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പ ഉണ്ടാക്കിയ പാർട്ടിയാണ്, അതുകൊണ്ട് ഞാൻ തന്നെ നോക്കിയാൽ ഈ പാർട്ടി നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയുള്ളൂ എന്ന് ഇതിനു മുമ്പ് ഒരു ശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആളുകളുടെയൊക്കെ മനസ്സിലുണ്ട് എന്നുള്ളൊരു ധാരണ അപ്പു ജോൺ ജോസഫിന് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ചീഫ് വിപ്പായിട്ട് അപ്പു ജോൺ ജോസഫ് അല്ല വരേണ്ടത് തോമസ് ഉണ്ണിയാടനാണ്. അങ്ങനത്തെ ഒരു നീതി അദ്ദേഹത്തോട് പുലർത്തേണ്ടതുണ്ട്. UDF നേതൃത്വവും ഈ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കും എന്ന് കരുതുന്നു. അതല്ലെങ്കിൽ ഭാവിയിലേക്ക് കേരള കോൺഗ്രസ് ജോസഫിൽ ഉണ്ടാകാൻ പോകുന്ന ഭിന്നതകൾ അത് എന്താണ് എന്ന് നമ്മൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ.